നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉച്ചയ്ക്ക് ജോലിയെല്ലാം കഴിഞ്ഞ് ഒരു ഗ്രീൻ ടീ എല്ലാം കുടിച്ച് നെറ്റ്ഫ്ലിക്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡൽഹി ക്രൈംസ് ആട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാവ്, ഒന്നും പറയാനില്ല. ഞാൻ അതിൻ്റെ ഇപ്പോൾ 3rd സീസണാണ് കണ്ടത്. ഫസ്റ്റ് നല്ല ഭയങ്കര രസമുണ്ട്. അപ്പം അത് റിയൽ സ്റ്റോറീസാണ് എന്നുള്ളത് ഞാനിപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ ഫസ്റ്റ് സീസൺ കണ്ടപ്പോൾ നമ്മുടെ നിർഭയ കേസിനൊക്കെ പറ്റിയിട്ടാട്ടോ ഈച്ച് ആൻഡ് എവറിത്തിങ് അടിപൊളിയായിട്ട് അതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോൾ 2nd സീസൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഭയങ്കര ത്രില്ലടിച്ച് 2 ദിവസം കൊണ്ട് തന്നെ 2 സീസണും കണ്ടു കഴിഞ്ഞു. ഇതിപ്പോൾ 3rd സീസണോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ സീരീസ് കാണാൻ മടിക്കും. കാരണം കണ്ടാൽ ആ എപ്പിസോഡുകൾ ഫുൾ തീരുന്നത് ആ സീസൺ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ എനിക്ക് അപ്പോൾ തന്നെ ഇരുന്ന് കാണണം കേട്ടോ. അതുകൊണ്ട് ഞാനതങ്ങനെ കാണാറില്ല. ഞാൻ മൂവീസാണ് കൂടുതലും കാണുന്നത്. പിന്നെ ചില സീരീസ് ബോറടിക്കുമ്പോൾ മൂവീസ് എല്ലാം കണ്ടു കഴിഞ്ഞല്ലോ എന്ന് കരുതിയിട്ട് ചില സീരീസ് ഇടുമ്പോൾ പിന്നെ ഒന്നേന്ന് സീസൺ ഫസ്റ്റ് മുതൽ കാണും. അപ്പോൾ അത് നല്ലതാണെങ്കിൽ അതപ്പോൾ തന്നെ 2-3 ദിവസം കൊണ്ട് ആ ഒരു സീരീസ് ഫുൾ സീസണും കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ നെറ്റ്ഫ്ലിക്സ് എല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും വേദ ലോഞ്ച് ചെയ്തു. വേദയുടെ മോന്തയിലൊക്കെ എന്തോ സാധനങ്ങളൊക്കെ വാരി തേച്ച് വെച്ച് കയ്യിലൊക്കെ ടാറ്റു അടിച്ചു എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുക കേട്ടോ. ഇന്ന് വേദയുടെ സ്കൂളിൽ എന്തോ ഫെസ്റ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മോന്തയിലൊക്കെ നോക്കിക്കേ, വേദയുടെ മുഖത്ത് നോക്കിക്കേ, എന്തോ പടമൊക്കെ വരച്ച് വെച്ചിരിക്കണം. ഇതും ഞാൻ ഈ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള സാധനമാണ്. ഇപ്പോൾ വേദയുടെ മുഖത്തുണ്ട്. അതിന് എന്തോ വേദ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് മനസ്സിലായില്ല. എന്താ ആൽഫ കിഡ്സ് അല്ലേ, 2013 മുതലുള്ള കുട്ടികളെല്ലാം ആൽഫ കിഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ വേദയൊക്കെ ആൽഫയിൽ വരുന്നതാണ്. ആൽഫ കിഡ്സിൻ്റെ ഓരോരോ ലീലാവിലാസങ്ങൾ ഞാനിതൊക്കെ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ വരച്ച് വെച്ചിരുന്നു. ഞാൻ വഴക്കൊക്കെ പറഞ്ഞു, ഫാബ്രിക് പെയിൻ്റ് എന്തോണം മുഖത്തൊക്കെ തേച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ വഴക്കൊക്കെ പറഞ്ഞു, കെമിക്കൽസ് ഒന്നും വാരി തേക്കരുതെന്നൊക്കെ വഴക്കല്ല, കാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും ലഞ്ച് ബോക്സ് വാഷ് ചെയ്യാനായിട്ട് എടുത്തപ്പോഴേക്കും കൊണ്ടുപോയി ഒരു സാധനം കഴിച്ചിട്ടില്ല. ഇന്നവിടെ എന്തോ ഫുഡും ഐറ്റംസും ഫുഡ് ഫെസ്റ്റിവലൊക്കെ ഉണ്ടായിരുന്നു. പൈസയൊക്കെ കൊണ്ടുപോയാണ് അതൊക്കെ കഴിച്ചതുകൊണ്ട് ഇതൊന്നും കഴിച്ചില്ല. തൊട്ട് നോക്കിയിട്ടില്ല, ഓപ്പൺ ചെയ്തിട്ടേ ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഇവിടെ ചോറും മീൻകറി ഉണ്ട് തട്ടെന്ന് വെച്ചപ്പോൾ അവൾക്ക് വേണ്ട, ഈ കൊണ്ടുപോയ ചോറും പരിപ്പും പപ്പടവും മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ആ ചോറിനെയും പരിപ്പിനെയും പപ്പടത്തിനെയും വേറൊരു പ്ലേറ്റിലേക്ക് ഞാൻ തട്ടി കൊടുത്തു. അതിൽ നിറയെ ചോറിൽ നെയ്യൊക്കെ ഒഴിച്ചാണ് ഞാൻ കൊടുത്തു വിട്ടത് കേട്ടോ. ഓപ്പൺ ചെയ്തിട്ടേ ഇല്ല. അവിടെ ഉണ്ടായിരുന്ന കുനാഫ ഉണ്ടായിരുന്നു, ലോഡഡ് ഫ്രൈസ്, എന്തൊക്കെയോ ഇഷ്ടംപോലെ സാധനങ്ങൾ കഴിച്ചമ്മ, വയറ് നിറങ്ങിയിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും കഴിച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ചോറും മീൻകറിയും തരാം. അത് കേട്ടപ്പോഴേ വേദയുടെ മുഖം പോയി. എനിക്ക് ചോറും വേണ്ട മീൻകറിയും വേണ്ട, എനിക്ക് കൊണ്ടുപോയ ചോറ് മതിയെന്ന് പറഞ്ഞു. അപ്പം ഒന്നും ചീത്തയായിട്ടൊന്നും ഇല്ല കേട്ടോ. രാവിലെ വെച്ച് വേദ 3 മണിക്ക് 2:30 ആകുമ്പോൾ വീടെത്തും. അപ്പോൾ ഇപ്പോൾ ഒരു 3 മണി സമയമൊക്കെയാണ്, ഒന്നും ചെയ്തിട്ടില്ല. ആ ലഞ്ച് ബോക്സിലാണെങ്കിൽ ഞാൻ ചോറിൻ്റെ മുകളിൽ ചോറിൻ്റെ മുകളിലാട്ടോ നെയ്യ് ഒഴിച്ചത്. ആ നെയ്യെല്ലാം ആ ടിഫിൻ ബോക്സിൻ്റെ താഴെ ഇങ്ങനെ വന്ന് ആ പാത്രത്തിൽ നിറയിരിക്കുക കേട്ടോ. ഇത് നമ്മൾ വാങ്ങിയ എയർ ഫ്രയറിൽ വെച്ച് ഉണ്ടാക്കിയ പപ്പടം കേട്ടോ. അപ്പം പൊളിയായിട്ടുണ്ട് കേട്ടോ. വെരി ഹെൽപ്ഫുൾ അതിൽ പപ്പടം ഉണ്ടാക്കിയപ്പോൾ. കാരണം കുറച്ച് ഇതുപോലെ ഞാൻ പൊടിച്ചിട്ട് കുറച്ച് ലേശം, ഒരു സ്പൂണൊന്നും ഇല്ല, ഒരു നുള്ള വെളിച്ചെണ്ണ എടുത്ത് ഫുൾ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒരു 200 ഡിഗ്രിയിൽ ഒരു 3 മിനിറ്റ്സ് കൊടുത്തപ്പോൾ അടിപൊളി പപ്പടം. നമ്മൾ എണ്ണയിലിട്ട് വറക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2 മിനിറ്റ്സ് കൊടുത്താൽ കുറച്ചുകൂടെ ഓക്കെ ആവും. 3 മിനിറ്റ്സ് ആയപ്പോൾ കുറച്ചൊന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. എങ്കിലും കരിഞ്ഞ ടേസ്റ്റ് ഒന്നുമില്ല. കറക്റ്റ് നമ്മൾ എണ്ണയിലിട്ട് വറക്കുന്ന അതേ പപ്പടത്തിൻ്റെ ടേസ്റ്റ് കേട്ടോ. എന്തായാലും എനിക്ക് എയർ ഫ്രയർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ നെട്ടയത്തെ വീട്ടിലാണ് ഇത് അത്യാവശ്യം. അച്ഛൻ ഇങ്ങനെ എണ്ണ എന്ന് പറഞ്ഞ് ഒന്നും കഴിക്കത്തില്ല കേട്ടോ. എന്നാൽ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കഴിക്കും. ഗ്രിൽഡ് ഫിഷും ഇതുപോലെ പപ്പടമൊക്കെ വറുക്കാനൊക്കെ ആയിട്ട് അടിപൊളി സാധനം, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇതെനിക്കൊരാൾ ഗിഫ്റ്റ് ചെയ്തതാട്ടോ. എനിക്ക് എൻ്റെ കയ്യിലിരുന്ന ബോട്ടിൽ ശ്രീകുട്ടിയെന്ന് പേരൊക്കെ എഴുതി ഒരു ബോട്ടിൽ. അതിപ്പോൾ വേറെ സ്കൂളിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ വേദയുടെ ലഞ്ച് ബോക്സിലുണ്ടായിരുന്നത് അവളുടെ പ്ലേറ്റിൽ വെച്ചിട്ട് ആ ലഞ്ച് ബോക്സ് എല്ലാം ഞാൻ കഴുകി വയ്ക്കുകയാണ്. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ബോട്ടിലാണ് വേദ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അങ്ങനെ അവളുടെ പേരെഴുതിയൊരു ബോട്ടിലുണ്ടായിരുന്നു. അതെനിക്ക് ഒരു കൊളാബ് വന്നതാണ്. വേദയുടെ പേരെഴുതിയത് അതെൻ്റെ കയ്യിൽ നിന്ന് താഴത്ത് വീണ് പൊട്ടിപ്പോയി കേട്ടോ. എൻ്റെ ക്യാപ്പ് പൊട്ടിപ്പോയി. അതുകൊണ്ട് വേദയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. പക്ഷേ അതിൽ എൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൊണ്ടാണ് ഇപ്പോൾ വേദയുടെ നടത്തം. പിന്നെ ഈ ബോട്ടിൽ വെള്ളം 1.5 ലിറ്ററോളം വെള്ളം അതിൽ കൊള്ളും. അതും വേദ മാക്സിമം കുടിക്കാറുണ്ട്. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോയില്ല കേട്ടോ, മറ്റേ കുഞ്ഞു ബോട്ടിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് പിന്നെ ഒത്തിരി ഒന്നും കുടിക്കാൻ പറ്റില്ല, എങ്കിലും മാക്സിമം അവൾ കുടിച്ച് തീർക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് വേദ ഫുഡ് കഴിക്കുകയാണ്. അതുപോലെ നാളെയാണ് എൻ്റെ സർജറി. അപ്പോൾ നാളെ വീഡിയോ എങ്ങനെയാണ് ഏതാണ് നോ ഐഡിയ. എനിക്ക് സംസാരിക്കാൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയില്ല. 2 hours പ്രൊസീജിയറാണെന്ന് പറഞ്ഞു. അവിടെ മാത്രമേ മരവിപ്പിക്കത്തുള്ളൂ. അപ്പോൾ പിന്നീട് കുഴപ്പമുണ്ടാവില്ല. പെയിനോ തുറക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ എനിക്ക് നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക.
കാരണം നമ്മുടെ വീഡിയോസ് ഒരു ക്യാപ്സ്യൂൾ പോലെ ഡെയിലി 11 മണിയാകുമ്പോൾ കാണുന്ന കുറേ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അപ്പോൾ അവർക്ക് കാണാതെ വരുമ്പോൾ എന്ത് പറ്റി എന്നൊരു ചോദ്യം ചിലപ്പോൾ എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഡിലേ ആവാറുണ്ട്. അപ്പോൾ തന്നെ എൻ്റെ മെസ്സഞ്ചറിലൊക്കെ നിറയെ മെസ്സേജസാണ്, എന്ത് പറ്റി എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാനൊന്ന് എടുത്ത് പറഞ്ഞേ ഉള്ളൂ. അപ്പം നാളെ ഞാൻ ഓക്കെ ആണ്. എനിക്ക് വോയിസ് എന്തായാലും ലൈവ് വോയിസ് വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ലൈവ് വോയിസോ വോയിസ് ഓവറോ ഒക്കെ ചെയ്യാൻ പറ്റുകയാണ് ഞാൻ ഓക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഓക്കെ ആണെങ്കിൽ നാളെ നമുക്ക് നാളത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാവില്ല എങ്കിൽ ഒന്ന് ഓക്കെ ആവുന്ന വരെ ചിലപ്പോൾ മേ ബി സെക്കൻഡ് ഡേ ഒക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പെയിൻ ഉണ്ട്, എനിക്ക് ഒട്ടും ഓക്കെ അല്ല എങ്കിൽ നമ്മുടെ വീഡിയോസ് 2 ദിവസത്തേക്ക് ഉണ്ടാവത്തില്ല. എപ്പോഴാണോ ഞാൻ ഓക്കെ ആവുന്നത് ആ സെക്കൻഡിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ. എല്ലാം വീഡിയോസൊക്കെ എടുത്ത് വെച്ചേക്കാം. പക്ഷേ എൻ്റെ ഓക്കെ ആയാൽ എനിക്ക് സംസാരിക്കാനൊക്കെ ഓക്കെ ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും, ഇല്ലെങ്കിൽ ഓക്കെ ആയ ശേഷം ചെയ്യുവേ. ഇനി നമ്മൾ വേദ ട്യൂഷന് വിടാനായിട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഞാനും കൂടെ ഇറങ്ങി. കാരണം വേദയ്ക്ക് ബൺ മസ്ക കഴിക്കണമെന്ന്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എടി അത് ക്രീം ബണ്ണൊക്കെ പോലെ തന്നെ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് കൂടുതൽ ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണമ്മ, എനിക്ക് കൂടിയേ തീരുള്ളൂ എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു ട്രെൻഡിങ് ആയി കഴിഞ്ഞു, ഇനി ഇതിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്ക് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ശരി നിന്നെ ട്യൂഷന് വിട്ടിട്ട് അപ്പോൾ നല്ല ബണ്ണ് നോക്കി വാങ്ങാമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ കൂടെ ഇറങ്ങിയത്. ഏട്ടനോട് പറഞ്ഞ ഏട്ടൻ ഇറങ്ങി ചെന്ന് വാങ്ങിച്ചിട്ട് വരെ. അപ്പോൾ വേദ എടപ്പഴങ്ങിയിലാണ് ട്യൂഷൻ വിടുന്നത്. അപ്പോൾ എടപ്പഴങ്ങിയിൽ നിന്ന് മരുതൻകുഴിയിലേക്ക് പോകുമ്പോൾ ആ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബേക്കറി ഉണ്ട് കേട്ടോ. എപ്പോഴും ഇവിടെ നിന്ന് പോകുമ്പോൾ നല്ല കേക്കിൻ്റെയും ബ്രെഡിൻ്റെയും ഒക്കെ മണം വരും. കേക്കല്ല ബ്രെഡിൻ്റെയൊക്കെ മണം വരും. നാസ് ബേക്കേഴ്സ് എന്നാണ് ഈ കടയുടെ പേര്. എനിക്ക് തോന്നുന്നു അവർ തന്നെയാണ് ബേക്ക് ചെയ്യുന്നതെന്ന്. ഞാൻ എപ്പോഴും ഇങ്ങനെ കുറേ ബ്രെഡും ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണാം. ഇതുവരെ വാങ്ങിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്നൊന്ന് വാങ്ങി നോക്കാം ബ്രെഡ് എന്ന് കരുതിയിട്ട് ഇവിടെ നിന്ന് വന്ന് ബ്രെഡല്ലല്ലോ ബൺ മസ്ക ഉണ്ടാക്കാനുള്ള ബണ്ണ് വാങ്ങി. അപ്പോൾ ചൂടോടെ പപ്സൊക്കെ നിറയെ ചെയ്ത് വച്ചിരിക്കുക കേട്ടോ. നിറച്ച ആൾക്കാരുണ്ട്, ചായയൊക്കെ ഉണ്ട്, ചായയും കടികളായിട്ടൊക്കെ പപ്സും മറ്റുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബണ്ണ് വാങ്ങി. ഇനി ബണ്ണിന് മാത്രം പോരല്ലോ, ബൺ മസ്കയ്ക്ക് ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കും വേണ്ടേ. അതിന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഒരു മാർജിൻ ഫ്രീ, നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ വീടിനടുത്തുള്ള സ്ഥിരമായിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുന്ന മാർജിൻ ഫ്രീയിൽ ഇറങ്ങി. എൻ്റെ ഒരു ഇത് ശരിയാണെങ്കിൽ ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കും മാത്രം മതി എന്നാണ് തോന്നുന്നത്. എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ചില വീഡിയോസിലൊക്കെ ഞാൻ അങ്ങനെ കണ്ടു. അപ്പോൾ അതുപോലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അതിന് വേണ്ടി ചെന്ന് ഈടിക്കൊണ്ട് ക്യൂ നിന്ന് വാങ്ങാൻ എനിക്ക് തോന്നിയില്ല. കാരണം ഓൾറെഡി ഒരു ബട്ടർ ബണ്ണിൻ്റെയൊക്കെ പോലെയാണ്, അതിൽ വേറെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അത് ഉള്ളിടം എവിടെയാണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ എല്ലായിടത്തും ഉണ്ട്, പക്ഷേ അവിടെയൊക്കെ ഭയങ്കര തിരക്കാന്നൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കരുതി ഞാൻ ജസ്റ്റ് ഒന്ന് അവളുടെ ഒരു കൊതി പറഞ്ഞതിൻ്റെ പേരിൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ അൺസോൾട്ടഡ് ബട്ടറും എടുക്കുകയാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ വലുതെടുക്കണോ ചെറുത്, അവൾക്ക് ഇറാനി ചായയും വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചായ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ പാല് വാങ്ങുന്നില്ല. ഇനിയിപ്പോൾ പാല് വാങ്ങിയേട്ടൻ ചായയൊന്നും ഇപ്പോൾ കുടിക്കുന്നില്ല കേട്ടോ. ബ്ലാക്ക് ടീ ആണ് രാവിലെ കുടിക്കുന്നത്. അപ്പോൾ പാല് വാങ്ങിയാൽ പിന്നെ നാളെ ഞാനിവിടെ ഇല്ല, അത് പിന്നെ എടുത്ത് വേസ്റ്റ് ആക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് ഇന്ന് കൊതിക്ക് വേണ്ടി ഒരു ബൺ മസ്ക ഉണ്ടാക്കി തരാം. അപ്പോൾ അമ്മ കഴിഞ്ഞ ദിവസം എന്തോ ചീമയോട്ട് പറഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ നെട്ടയത്ത് ഞാൻ ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം, അതുകൊണ്ട് നെട്ടയത്തായിരിക്കും, ഒന്ന് ബെറ്റർ ആവുന്നവരെ നെട്ടയത്തായിരിക്കും. അപ്പോൾ നാളെ നെട്ടയത്ത് പോകുമ്പോൾ ബാക്കി ബണ്ണിൽ മസ്ക ഉണ്ടാക്കാം. അപ്പം മമ്മിക്കും കൊടുക്കാം. വേദ അമ്മയെ മമ്മി എന്നായിട്ട് വിളിക്കുന്നത്. മമ്മിക്കും കൊടുക്കാം. ഇറാനി ടീയും അവിടെ നിന്ന് ഇടുക. ഇറാനി ടീ എന്ന് പറഞ്ഞാൽ കട്ടൻ ചായ ഇടുക, മീൻസ് ഏലക്കയൊക്കെ ഇട്ട് ഇടുക. എന്നിട്ട് അതിലേക്ക് പാലിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഇട്ടൊന്ന് കുറുക്കിയെടുത്ത ശേഷം ഈ കട്ടൻ ചായ ഇതിലേക്ക് ഒഴിക്കുക. അതാണ് ഏലക്ക, ചായപ്പൊടി, കണ്ടൻസ്ഡ് മിൽക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കുക. എത്രയാണ് ഇറാനി ടീ. ഞാൻ കണ്ട വീഡിയോസിലുള്ള കാര്യമാണ്, എനിക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് അത്രയും അറിയില്ല. ഞാൻ കണ്ടത് അതാണ് എന്ന് തോന്നുന്നു, അങ്ങനെ തന്നെ ആയിരിക്കണം. ഇറാനി ടീ ഒക്കെ നമ്മൾ ഹൈദരാബാദിലൊക്കെ പോകുമ്പോൾ നിറയെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര തിക്കായിട്ടുള്ള ഒരു ടീ ആണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇതും. ഭയങ്കര ഒരു പാലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കൂടുതൽ നിൽക്കുന്ന ടീയാണ് ഇറാനി ടീ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു നാളെ നെട്ടയത്ത് പോകുമ്പോൾ ചെയ്യാം. ഇന്ന് നമുക്കൊരു ജസ്റ്റ് ബൺ മസ്ക മാത്രം ഒരെണ്ണം നിനക്ക് വേണ്ടി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ബൺ മസ്കയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം വാങ്ങി നേരെ വീട്ടിൽ പോയി. എന്നിട്ട് ഏട്ടൻ വേറെ ട്യൂഷന് 6 മണിയാകുമ്പോൾ കഴിയുമെന്ന് പറഞ്ഞ് വിളിക്കാനായിട്ട് പോയി. ഞാനിപ്പോൾ ഇന്നിപ്പോൾ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട്, മഴയില്ലെങ്കിൽ ഭയങ്കര വെയിലാട്ടോ. അന്ന് തന്നെ ആ ചെടികൾ കരിഞ്ഞു പോകും. പക്ഷേ ഇന്ന് അത്രയും വെയിലില്ലായിരുന്നു. എങ്കിലും ചെടികൾക്ക് വെള്ളം ഒഴിക്കാമെന്ന് കരുതിയിട്ട് നിന്ന് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ കുറേ ഓൺലൈൻ മീഡിയാസ് കഴിഞ്ഞ ദിവസം നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാനൊരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എപ്പോഴും വഴക്ക് കൂടി അപ്പം തന്നെ കോംപ്രമൈസ് ആവാനുള്ള മെയിൻ കാരണം വേദയാണ്. വേദ നോക്കുമ്പോൾ വഴക്കം ഒന്നും വേണ്ടാന്ന് കരുതിയിരിക്കും. അത് ഞാൻ വോയിസ് ഓവർ ചെയ്തപ്പോഴേ കരുതി ഇത് മിക്കവാറും വേറൊരു രീതിയിൽ മറ്റുള്ളവർക്ക് എത്തും എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ചിന്തിച്ചു കേട്ടോ. അതുപോലെ തന്നെ കുറേ ഓൺലൈൻ മീഡിയാസ് എടുത്തിട്ട് ശ്രീകുട്ടി ജീവിതം വളരെ ഇതാണ്, എന്നും വഴക്കും ബഹളമാണ്, മോളെ കരുതി മാത്രം
മാത്രമാണ് ഈ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടേക്കുന്നു കേട്ടോ. ഞാനത് കണ്ടിങ്ങനെ അമ്മയാണ് എനിക്കിതൊക്കെ, ഞാനിതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അമ്മ കുറേ എടുത്ത് ഇങ്ങനെ അയച്ചു തന്നു. കുറേ ഓൺലൈൻ മീഡിയാസിൽ ഇങ്ങനെ വന്നിരിക്കുന്നു. എനിക്കിത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത്. നമ്മളൊരു കാര്യം പറയുന്നു, അതിനെ വേറൊരു രീതിയിൽ അവരെടുക്കുന്നു, അതിനെ വേറൊരു രീതിയിൽ പബ്ലിക്കിൽ എത്തിക്കുന്നു. അതുപോലെ കുറേ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ ആക്ച്വലി അവർ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റുള്ളവരുടെ കണ്ടൻറ്റിനെ എടുത്തിട്ട് അവർ അതിലെ വീഡിയോ ചെയ്യുക, അതിനെ കളിയാക്കുക, പരിഹസിക്കുക. അവർക്ക് സ്വന്തമായിട്ടൊരു കണ്ടൻറ് ഇല്ല. അത് കാണുന്നവരെ ദയവേദി ഇങ്ങനെയുള്ള ഈ റിയാക്ടിങ് വീഡിയോസും അല്ലെങ്കിൽ ഇതുപോലുള്ള ന്യൂസും ഒന്നും അത് ഇഗ്നോർ ചെയ്തിട്ട് എന്താണ് എന്നുള്ളത് നമ്മൾ കഷ്ടപ്പെടുന്ന നമ്മുടെ ചാനലിൽ നിങ്ങൾ കണ്ടു നോക്കുക. നമ്മൾ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്തതെന്നുള്ള മനസ്സിലാക്കുക. ഈ ഫേക്കായിട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ അതിനെ കണ്ട് സപ്പോർട്ട് ചെയ്യാണ്ട് അതിനെ ഇഗ്നോർ ചെയ്തിട്ട് നിങ്ങൾക്ക് അത്രയും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ പോലുള്ളവരുടെ വീഡിയോസ്, ഒറിജിനലായിട്ടുള്ള വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യം. എങ്കിലും എനിക്ക് അതാണ് ബെറ്റർ എന്ന് തോന്നി പറഞ്ഞു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ബൺ മസ്ക ഉണ്ടാക്കാം. വേദ വന്നിട്ട് ഇതുണ്ടാക്കാമെന്നും പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ബൺ മസ്ക ഉണ്ടാക്കാം. ഞാൻ ബട്ടർ ഒന്ന് മെൽറ്റാകാനായിട്ട് ചൂട് വെള്ളം തിളപ്പിച്ച് ഇങ്ങനെ വരികയായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്ത് വെച്ചിരുന്നു. അത് ഫുൾ മെൽറ്റായി, വെള്ളം കണക്കായി കേട്ടോ. ഭയങ്കരമായിട്ട് മെൽറ്റായി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മെൽറ്റാവാൻ വെച്ചതാണ്. അപ്പോഴേക്കും അത് ഫുൾ മെൽറ്റായിപ്പോയി. അവിടെയൊക്കെ ഫുൾ ബട്ടറായി കേട്ടോ. അതിനെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയ ശേഷം നമ്മുടെ ബണ്ണിനെ ഞാൻ ഒന്ന് 2 സൈഡിലും ബട്ടർ തേച്ചിട്ട് ഒന്ന് ചൂടാക്കാനായിട്ട് ഒരു പാനിലിങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. ഇനി കുറച്ച് ബട്ടർ എടുക്കുക. അപ്പോൾ ഒരെണ്ണേ ഉണ്ടാക്കുന്നുള്ളൂ. ലേശം ബട്ടർ എടുക്കുക. പിന്നെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കുക. ഞാൻ വലുതെടുക്കണോ ചെറുതെടുക്കണോ എന്ന് പറയാൻ കൺഫ്യൂഷനായിരുന്നു. പിന്നെ എങ്കിൽ ചെറുതെടുത്താൽ മതി, അല്ലെങ്കിൽ ഇതിങ്ങനെ തോണ്ടി കഴിക്കാം കേട്ടോ. ഇത് വേദയ്ക്കധികം കഴിച്ചാൽ തലവേദന വരും. അതുകൊണ്ട് ഞാൻ ചെറുതേ വാങ്ങിയുള്ളൂ. മിൽക്ക് മെയ്ഡ് എന്ന് സോറി ബൺ മസ്കയ്ക്കും ഉണ്ടാക്കി നാളെ ഇറാനി ടീക്കും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിന്ന് മാത്രമേ എടുത്തുള്ളൂ. ഞാൻ ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ ഈ കണ്ടൻസ്ഡ് മിൽക്ക് വാങ്ങാറുള്ളൂ. അല്ലെങ്കിൽ വേദ ഭയങ്കര മോഷണമാണ് കേട്ടോ, അതുകൊണ്ട് വാങ്ങിക്കില്ല. പിന്നെ ഈ സാധനം തുറക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. എങ്ങനെയൊക്കെ നോക്കിയാലും നടക്കില്ല. ചിലപ്പോൾ കൈയെല്ലാം മുറിഞ്ഞുകൊണ്ടേ പോകും കേട്ടോ. ഞാൻ പിന്നെ കത്തിയെല്ലാം വെച്ച് കട്ട് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് കത്തി ഇങ്ങനെ ഇടിക്കുമ്പോൾ ചിലപ്പോൾ കയ്യിലിങ്ങനെ വരും കേട്ടോ, അത് കീറിപ്പോവും. അതുകൊണ്ട് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നോക്കണം, ഒരു രക്ഷയില്ല. പിന്നെ കത്തി വെച്ചിട്ട് ഇടിക്കുന്ന സാധനം വെച്ച് ഇടിച്ച് ആണ് അതിനെ ഓപ്പൺ ചെയ്തത്. അത് ഏറ്റവും വലിയൊരു പാടാണ്. ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഈ ടിൻ ഓപ്പൺ ചെയ്യുക എന്നുള്ളത് ഭയങ്കര പാടാണ് കേട്ടോ. അങ്ങനെ അത് പൊട്ടിക്കുന്ന ഒരു ഇതിൽ നിൽക്കുകയാണ്. ആ സമയം നമ്മുടെ ബണ്ണ് ഞാൻ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. അത് അപ്പോഴേക്കും കരിയാൻ തുടങ്ങി. ഞാൻ പറയും വേദ മാറ്റി അത് കരിഞ്ഞു തുടങ്ങിയെന്ന് പറയും. പിന്നെ അവൾ ഓടിച്ചെന്നൊരു പാത്രം എല്ലാം എടുത്തിട്ട് വന്ന് പ്ലേറ്റ് എല്ലാം എടുത്തിട്ട് വന്ന് അതിലേക്ക് ഈ ബണ്ണിനെ മാറ്റി കേട്ടോ. ഇതുണ്ടാക്കാൻ വേറെ വലിയ പാടൊന്നുമില്ല. എൻ്റെ അറിവിലുള്ള ബൺ മസ്ക ഇങ്ങനെയാണ്. ഒരു ബണ്ണെടുക്കുക, 2 സൈഡിലും ബട്ടറോ ഗീയോ എന്തെങ്കിലും തേക്കുക. അതിനെ എന്നിട്ട് ഒരു പാനിൽ വെച്ച് 2 സൈഡും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ശേഷം വേറൊരു ബോൾ എടുക്കുക, അതിലേക്ക് കുറച്ച് ബട്ടർ ഇടുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ബണ്ണിന് ആവശ്യമായിട്ടുള്ള ബട്ടർ ഇടുക. ആവശ്യമായിട്ടുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ബണ്ണിനെ രണ്ടായിട്ട് കീറിയെടുത്ത ശേഷം ഈ മിക്സ് അതിനകത്ത് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബട്ടർ ബണ്ണ് ക്രീം ബണ്ണൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ്. എവിടെയോ ഇതുപോലെ ബട്ടറിൽ ഷുഗറെല്ലാം ആഡ് ചെയ്ത് തരുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ട്രിവാൻഡ്രത്തെ ഏറ്റവും നല്ല ക്രീം ബൺ എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആംബ്രൂസിയയിലെ ക്രീം ബൺ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഡിലീഷ്യസ് അല്ല എന്നെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല വലിയ ക്രീം ബണ്ണാണ്. ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങി ട്രൈ ചെയ്യുക. സുപ്രീമിലെ ക്രീം ബണ്ണിനെയൊക്കെ പറ്റി ഒരുപാട് പേര് നല്ല റിവ്യൂസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടിയൊക്കെ ബെസ്റ്റ് ട്രിവാൻഡ്രത്ത് കിട്ടുന്ന ക്രീം ബണ്ണിൽ ഏറ്റവും നല്ലത് നമ്മുടെ ആംബ്രോസിയയിലെ ക്രീം ബണ്ണാണ് കേട്ടോ. ഞാനും വേദയ്ക്ക് അതിൻ്റെ ഫാനാണ്. അങ്ങനെ നമ്മളിത് ഈ ബൺ മസ്ക ഉണ്ടാക്കുകയാണ്. ആംബ്രോസിയയിലെ ആ ഒരു ക്രീം ബണ്ണിൻ്റെ ടേസ്റ്റ് സത്യം പറഞ്ഞാൽ ഇതിന് ഉണ്ടായില്ല. നമ്മളിനി ഉണ്ടാക്കിയതിൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും കൊള്ളായിരുന്നു. ഒരു ക്രീം ബൺ ബട്ടർ ബണ്ണൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഞാൻ ആംബ്രോസിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് തന്നെയാണോ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്, ഇത് തന്നെയാണോ ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നതെന്നൊന്നും അറിയത്തില്ല. ജസ്റ്റ് റീൽസിലും കാര്യങ്ങളിലൊക്കെ കണ്ടത് വെച്ച് ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയെന്നേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചും കഴിഞ്ഞു. ഇതിപ്പം നമ്മൾ ലാസ്റ്റാണ് എങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കി വേദയ്ക്ക് ഇഷ്ടത്തിന് വേണ്ടിയിട്ട്.
വേദയ്ക്ക് അധികം ഗീയും ബട്ടറും ഒക്കെ കഴിക്കുമ്പോഴും ചോക്ലേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ തലവേദന വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബട്ടർ കുറച്ച് കഴിക്കടി എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ അവൾ വാരിയെടുത്തപ്പോൾ വഴക്ക് പറയട്ടോ, അത് അവൾക്ക് ഇഷ്ടമായില്ല. പിന്നെ ഞാൻ പറയും നീ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് അതിൽ നിന്ന് ലേശം എടുത്ത് ഞാനിങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ അംബ്രോസിയയിൽ കിട്ടുന്ന ആ ഒരു കറക്റ്റ് ടേസ്റ്റ്, അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ നല്ല ക്രീം പൊത്തി വാരിയാണ് ഞാൻ കഴിച്ചത്. പക്ഷേ ഓക്കെ, കൊള്ളാം, നല്ല സോഫ്റ്റ് ബണ്ണായിരുന്നു. ഒരു ബട്ടറിൻ്റെയും ക്രീമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുമ്പോൾ എന്തായാലും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.